സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സ്ഥാപകനും അധ്യക്ഷനുമായ ഡോക്ടർ KP യോഹന്നാന്റെ സംസ്കാരം തിരുവല്ല കുറ്റിപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് നടത്താൻ സിനഡ് തീരുമാനിച്ചു. മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടപടികൾ തുടങ്ങിയെന്ന് സിനഡ് അറിയിച്ചു. 8 മുതൽ 10 ദിവസത്തിനുള്ളിലാകും ചടങ്ങ് നടക്കുക. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുവരെ താൽക്കാലിക ഭരണ ചുമതല 9 അംഗ ബിഷപ്പ് കൗൺസിലിനെ ഏൽപ്പിച്ചു. US-ലെ ടെക്സസിൽ പ്രഭാത സവാരിക്കിടെയാണ് KP യോഹന്നാനെ വാഹനമിടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അമേരിക്കയിലെ ഡാളസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പരീക്ഷകളുടെ സമ്മർദ്ദം മറികടക്കാനുള്ള സിലബസ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം. വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹിക സാഹചര്യങ്ങളാലും മുന്നിൽ നിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ കുട്ടികളുടെ പരീക്ഷാപേടി മൂലമുള്ള ആത്മഹത്യാ നിരക്ക് ഏവരെയും ഞെട്ടിക്കുന്നതാണെന്നും അൽമായ ഫോറം വിശദമാക്കി. SLC പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ജീവനൊടുക്കിയ വിദ്യാർത്ഥികൾക്ക് ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ മികച്ച വിജയമെന്നുള്ള വാർത്ത നമ്മയെല്ലാം ഏറെ ദുഃഖിപ്പിക്കുകയാണ്. കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരീക്ഷാ ഫലങ്ങൾ. വിജയികൾ 100% കണക്ക് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ തോൽവിയുടെ ആഘാതം താങ്ങാനാവാതെ പൊലിഞ്ഞു പോകുന്ന വിദ്യാർത്ഥി ജീവിതങ്ങൾ വിരൽ ചൂണ്ടുന്നത് നാം ഓരോരുത്തരിലേക്കുമാണ്. അതിനാൽ പരീക്ഷകളുടെ സമ്മർദ്ദം മറികടക്കാനുള്ള സിലബസ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം ചൂണ്ടിക്കാട്ടി. KCYM വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതൽ വിദ്യാഭ്യാസ പദ്ധതി 5ാം ഘട്ട ഉദ്ഘാടനം വല്ലാർപാടം ബസിലിക്കയിൽ വെച്ച് റെക്ടർ ഫാദർ ആന്റണി വാലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പഠനോപകരണങ്ങൾ KCYM വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് ആഷ്ലിൻ പോൾ വല്ലാർപാടം ബസിലിക്ക റെക്ടർ ഫാദർ ആന്റണി വാലിങ്കലിനും യൂണിറ്റ് പ്രസിഡന്റ് അലൻ ജോസഫിനും കൈമാറി. എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് LC ജോർജ് ആശംസകൾ അർപ്പിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള 1 വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ സഹായം നൽകുമെന്ന് വല്ലാർപാടം യൂണിറ്റ് പ്രസിഡന്റ് അലൻ ജോസഫ് പ്രഖ്യാപിച്ചു. ജനറൽ സെക്രട്ടറി രാജീവ് പാട്രിക്, KCYM വരാപ്പുഴ അതിരൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിനോജ് വർഗീസ്, ജോയ്സൺ പീസെ, അലൻ സേവ്യർ തോമസ്, കത്തീഡ്രൽ തൈക്കുടം മേഖലാ പ്രസിഡന്റ് ലിഡിൻ ലോപ്പസ് എന്നിവർ സന്നിഹിതരായിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതാ ദിനത്തോടനുബന്ധിച്ച് അട്ടപ്പാടി സഹ്യോദ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിനോയ് കരുമരത്തുങ്കൽ നയിക്കുന്ന ഏകദിന ബൈബിൾ കൺവെൻഷൻ മെയ് 11 രാവിലെ 9 മണി മുതൽ എരുമേലി അസംഷൻ ഫൊറോന പള്ളിയിൽ നടത്തപ്പെടും. രാവിലെ 9 മണിക്ക് രൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റം പരിശുദ്ധ കുർബാന അർപ്പിക്കും. രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ആമുഖ സന്ദേശം നൽകും. രാവിലെ ആരംഭിക്കുന്ന കൺവെൻഷൻ ഉച്ചകഴിഞ്ഞ് 2:30 സമാപിക്കും. ലഘുഭക്ഷണവും ഉച്ചഭക്ഷണവും കൺവെൻഷൻ പന്തലിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദിന ബൈബിൾ കൺവെൻഷൻ വേദിയായ എരുമേലി ഫൊറോന പള്ളി അങ്കണത്തിലെ അവസാനഘട്ട ഒരുക്കങ്ങൾ ഉൾപ്പെടെ പൂർത്തിയായതായും പങ്കെടുക്കുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും ജനറൽ കൺവീനറും എരുമേലി ഫൊറോന വികാരിയുമായ ഫാദർ വർഗീസ് പുതുപ്പറമ്പിൽ അറിയിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സോണൽ കൺവെൻഷൻ അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കൺവെൻഷൻ ഫൊറാന വികാരി റവറൻഡ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റോ നേര്യമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കരകയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സോണൽ പ്രസിഡന്റ് ഷൈനി കുര്യാക്കോസ്, ഡോക്ടർ ഡൊമിനിക് ജോസഫ്, സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ജോൺ, ഹെഡ്മാസ്റ്റർ ചെറിയാൻ ജോബ്, ലിജി മാത്യു, സുനിമോൾ തോമസ്, ഷാജി സി മാണി, ഡോക്ടർ ജിഷാമോൾ അലക്സ് എന്നിവർ പ്രസംഗിച്ചു. ക്ലിനിക്കൽ സൈക്കോളജി സിസ്റ്റർ ഡോക്ടർ ഡോണ SV ക്ലാസ് നയിച്ചു. ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ട് കാവുകണ്ടം സെന്റ് മരിയ ഗുരുത്തി ഇടവകയിൽ നടന്ന വൈദിക സന്യസ്ത സംഗമം ശ്രദ്ധേയമായി. ഫാദർ സ്കറിയ വേഗത്താനം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫെലിക്സ് ചിറപ്പുറത്തേൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മിഷൻ അനുഭവം പങ്കുവയ്ക്കൽ, ചർച്ച എന്നിവ സംഗമത്തിലുണ്ടായിരുന്നു. സന്യാസ സമർപ്പണത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ജോസ്ലി ഇരുവേലിക്കുന്നേലിന് സമ്മേളനത്തിൽ കൂട്ടായ്മ ആശംസകൾ നേർന്നു. ഇക്കഴിഞ്ഞ നാളിൽ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട കൂട്ടായ്മ അംഗങ്ങളായിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ പൂവത്തുങ്കൽ താഴത്തേൽ, ഫാദർ അഗസ്റ്റിൻ മണ്ണൂർ എന്നിവരെ അനുസ്മരിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. ഇടവകയിലെ 4ാമത് വൈദിക സന്യസ്ത സംഗമമാണിത്. വികാരി ഫാദർ സ്കറിയ വേഗത്താനമാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത്. ഫാദർ ഫെലിക്സ് ചെറുപ്പത്തിൽ, സിസ്റ്റർ ജോസ്ന ജോസ് പുത്തൻപറമ്പിൽ, സിസ്റ്റർ ടെസ്സി കല്ലാഞ്ചേരിയിൽ, സിസ്റ്റർ ജോസ്ലി ഇരവേലിക്കുന്നിൽ, സിസ്റ്റർ ലിൻസി ഇരവേലിക്കുന്നിൽ, സിസ്റ്റർ സിനി വഞ്ചിക്കാച്ചലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CMI സന്യാസ
സന്യാസ സമൂഹത്തിന്റെ 193-ാം വാർഷികാഘോഷം 11-ന് മാന്നാനത്ത് നടത്തപ്പെടും. രാവിലെ 11-ന് മാന്നാനം ആശ്രമ ദേവാലയത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും CMI വൈദികരും ചേർന്ന് സമൂഹ ബലിയർപ്പിക്കും. തുടർന്ന് 2024-25 ഇയർ ഫോർ ഫാമിലി, യൂത്ത് ആൻഡ് ചിൽഡ്രൻ പ്രഖ്യാപനം നടക്കും. 2021 മുതൽ 2031 വരെ 10 വർഷത്തെ വിവിധ പരിപാടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2-ന് KE സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ചലച്ചിത്ര താരം സിജോയ് വർഗീസ് പങ്കെടുക്കും. മിഷൻ പ്രവർത്തനം, വിദ്യാഭ്യാസ പ്രവർത്തനം, അന്ധകൃതോദ്ധാരണം, അജപാലന പ്രവർത്തനം, ആതുര സേവനം എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ CMI സഭ നിലവിൽ 36 രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. 2000-ഓളം സന്യാസി വൈദികരുള്ള സഭയ്ക്ക് 15 പ്രവിശ്യകളും 2 റീജിയണും 6 ഉപറീജിയണുകളും 2 ഡെലിഗേഷനുകളുമുണ്ട്. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം മെയ് 11-ന് എറണാകുളം നോർത്ത് പറവൂർ ടൗൺ ഹാളിൽ നടത്തപ്പെടും. രാവിലെ 9:30-ന് പറവൂർ ജെർമെയിൻസ് ദേവാലയത്തിൽ നിന്ന് റാലി ആരംഭിക്കും. E.T. ടൈസൺ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും. KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ഡോക്ടർ അംബ്രോസ് പുത്തംവീട്ടിൽ അവാർഡുകൾ വിതരണം ചെയ്യും. പ്രശസ്ത ധ്യാനഗുരു ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നയിക്കുന്ന യുവജനങ്ങൾക്കായുള്ള താമസിച്ചുള്ള ധ്യാനം ഗ്രാൻഡ് യൂത്ത് കോൺഫറൻസ് UK-യിൽ ജൂലൈ 28 മുതൽ ജൂലൈ 1 വരെ നടത്തപ്പെടും. യേശുനാമത്തിൽ വചനം മാംസമാകുന്ന അത്ഭുത അടയാളങ്ങളിലൂടെ അനേകരെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വട്ടായിൽ അച്ഛനും ഫാദർ ഷൈജു നടുവത്താനിയും അഭിഷേകാഗ്നി ടീമും നയിക്കുന്ന ഈ ധ്യാനത്തിലേക്ക് രജിസ്ട്രേഷൻ ഉടൻ അവസാനിക്കും. ദിവ്യകാരുണ്യ മിഷണറി സമർപ്പിത സമൂഹ സ്ഥാപനത്തിന്റെ 91-ാം വാർഷികം ആലവായിലെ ചുണങ്ങംവേലിയിലുള്ള MCBS ജനറലേറ്റിൽ സമുചിതമായി ആഘോഷിച്ചു. രാവിലെ 9-ന് ആഘോഷമായ വിശുദ്ധ കുർബാന മധ്യേ 15 സെമിനാരി വിദ്യാർത്ഥികൾ സഭാവസ്ത്രം സ്വീകരിക്കുകയും 16 പേർ നിത്യവ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു. കല്യാൺ രൂപതാധ്യക്ഷൻ അഭിമന്യമാർ തോമസ് ഇലവനാൽ MCBS മുഖ്യ കാർമ്മികത്വം വഹിച്ച വിശുദ്ധ കുർബാനയിൽ MCBS സുപ്പീരിയർ ജനറൽ വെരി റവറന്റ് ഫാദർ അഗസ്റ്റിൻ പായിക്കാട്ട് വചന സന്ദേശം നൽകി. പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാരായ വെരി റവറന്റ് ഫാദർ ജോസഫ് കൈപ്പയിൽ, വെരി റവറന്റ് ഫാദർ മാത്യു ഒലിക്കൽ, വെരി റവറന്റ് ഫാദർ ജോസഫ് ചൊവ്വാലക്കുടിയിൽ എന്നിവർ സഹകാർമ്മികരായി. പൗരോഹിത്യ സ്വീകരണത്തിന്റെയും സന്യാസ വ്രതവാഗ്ദാനത്തിന്റെയും സുവർണ രജത ജൂബിലി ആഘോഷിക്കുന്ന 15 വൈദികരെ പ്രസ്തുത സഭാസ്ഥാപനത്തിൽ ആദരിച്ചു. മൺമറഞ്ഞ സഭാംഗങ്ങളുടെ ഓർമ്മയ്ക്കായി റവറന്റ് ഫാദർ സിറിയക് കോട്ടയേരികിൽ MCBS രചിച്ച അൺഫേഡിംഗ് ബ്ലോസംസ് എന്ന ഗ്രന്ഥം മാർ തോമസ് ഇലവനാൽ സുപ്പീരിയർ ജനറൽ ഫാദർ അഗസ്റ്റിൻ പായിക്കാട്ടിന് നൽകി പ്രകാശനം ചെയ്തു. സൗത്ത് പുതുവൈപ്പ് ക്രൈസ്റ്റ് നഗർ യൂണിറ്റ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ പ്രചരണ യോഗം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PP ജെയിംസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ആന്റണി ജസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു. ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ഫാദർ പോൾ കുറ്റിശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. അതിരൂപതാ സെക്രട്ടറിമാരായ ശ്രീ ബേസിൽ മുക്കത്ത്, ശ്രീ വിൻസെന്റ് പെരിഞ്ചേരി, മേഖലാ പ്രസിഡന്റ് ശ്രീ ബെന്നറ്റ് കുറുപ്പശ്ശേരി എന്നിവർ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ലിജി സേവ്യാർ നന്ദി രേഖപ്പെടുത്തി. തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ദിവ്യകാരുണ്യ സ്വീകരണം നടത്തിയ കുട്ടികൾക്ക് അതിരൂപതാ തലത്തിൽ ഏഞ്ചലോസ് 2024 എന്ന പേരിൽ സ്വീകരണം സംഘടിപ്പിക്കുന്നു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ 2024 മെയ് 19-ാം തീയതി ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 5:30 വരെയാണ് ഏഞ്ചലോസ് 2024 നടത്തപ്പെടുക. അഭിമന്യ പിതാക്കന്മാരും ചടങ്ങിൽ സംബന്ധിക്കും. മലങ്കര സഭയുടെ പുതിയ കാൽവെപ്പുകളിൽ ഒന്നാണ് സ്നേഹക്കൂട് കൂട്ടായ്മ. വൈദവ്യത്തിലായ വൈദികരുടെയും ബസ്ക്യൂമോമാരെയും അവരുടെ ഏകാന്തതയിലും നൊമ്പരത്തിലും ചേർത്ത് പിടിക്കുന്ന ഈ കൂട്ടായ്മയുടെ 2ാം സമ്മേളനവും വിപുലമായ രീതിയിലുള്ള ആദ്യ സമ്മേളനവുമാണ് 2024 മെയ് മാസം 24-ാം തീയതി പരിമല സെമിനാരിയിൽ സംഘടിപ്പിക്കുന്നത്. സ്നേഹക്കൂടിന്റെ അംഗങ്ങളായ എല്ലാവരുടെയും പേരുവിവരങ്ങൾ ചേർത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന ഡയറക്ടറിയുടെ വിതരണവും വസ്തുതാ സമ്മേളനത്തിൽ നടത്തപ്പെടും. അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്തയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ മലങ്കര സഭ മാസിക ചീഫ് എഡിറ്റർ റവറന്റ് ഡോക്ടർ ഫാദർ സക്രിയ തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. നവീകരിച്ച പാലാരിവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കൂദാശയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ഭാവയ്ക്ക് സ്വീകരണവും 11-12 തീയതികളിൽ നടത്തപ്പെടും. പുതുക്കി പണിത കൽക്കുരിശ്, പാഴ്സനേസ്, പള്ളിമണി, ഗോപുരം എന്നിവയുടെ കൂദാശയും ആശീർവാദവും
ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ഇടവക ചാരിറ്റി പ്രവൃത്തികളുടെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ കൂദാശയും അദ്ദേഹം നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് 150ാമത് ജന്മവാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി കോട്ടയം പ്രസ് ക്ലബിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലത്തിന്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി. ഡോക്ടർ ജോസ്കുട്ടി ജെ ഒഴുകയിൽ, തോമസ് പീടുകയിൽ, രാജേഷ് ജോൺ, ബെന്നി ആന്റണി, ഇമ്മാനുവേൽ നിധീരി, ബിനു ഡൊമിനിക് തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെനാൾ മലബാർ ഭദ്രാസനത്തിൽ സ്തുത്യർഹമായ രീതിയിൽ സേവനമനുഷ്ഠിച്ച പുല്യാട്ടിൽ ബഹുമാനപ്പെട്ട ജേക്കബ് മിഖായേൽ അച്ഛന്റെ 1ാമത് ശ്രാദ്ധം മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വെച്ച് ആചരിച്ചു. മലബാർ ഭദ്രാസനാധിപൻ അഭിമന്യ ഗീവർഗീസ് മോർ സ്തെഫാനിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും കബറിങ്കൽ ധൂപപ്രാർത്ഥനയും നടത്തപ്പെട്ടു. വിശുദ്ധ കുർബാനാന്തരം അഭിമന്യ തിരുമേനി ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനെ അനുസ്മരിച്ച് സംസാരിച്ചു. അടങ്ങിയിരിക്കുന്നവൻ ഇടയനായിരിക്കില്ല എന്നാണ് ഇടയ ശുശ്രൂഷയിൽ അടങ്ങിയിരിക്കാതെ അധ്വാനിക്കാൻ മനസ്സ് കാണിച്ച അനുഗ്രഹീതനായ ആചാര്യനായിരുന്നു പുല്യാട്ടിൽ വന്ധ്യ ജേക്കബ് മിഖായേൽ അച്ഛനെന്ന് അഭിമന്യ ഗീവർഗീസ് മോർ സ്തെഫാനിയോസ് തിരുമേനി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിലെ അടൂർ വൈദിക ജില്ലയിൽ പറക്കോട് പ്രദേശത്ത് പുതുതായി പണി കഴിപ്പിക്കുന്ന ദേവാലയത്തിന്റെ പ്രധാന കവാടങ്ങളും കുരിശും അത്യഭിമന്യ കർദിനാൾ ബെസേലിയോസ് ക്ലിമ്മസ് കാതോലിക്ക ബാവ തിരുമേനി ആശീർവദിച്ചു. ഇടവക വികാരി ക്ലിം പരിക്കൂർ അച്ഛൻ, വൈദിക ജില്ലാ വികാരി പെരിയ ബഹുമാനപ്പെട്ട ശാന്തൻ ചെരുവിൽ അച്ഛനും ജില്ലയിൽ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് വൈദികരും ബഹുമാനപ്പെട്ട ചെമ്മാശന്മാരും സിസ്റ്റേഴ്സ്, ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പേട്ട ഫൊറോന സാമൂഹിക ശുശ്രൂഷ സമിതിയുടെ വാർഷിക സംഗമം പുഷ്പഗിരി ഇടവകയിൽ സംഘടിപ്പിച്ചു. വാർഷികാഘോഷം അതിരൂപത സാമൂഹിക ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ ഫൊറോനയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇടവകയ്ക്കുള്ള ക്യാഷ് അവാർഡ് മുട്ടട ഇടവക പ്രതിനിധികൾ ഏറ്റുവാങ്ങി. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ചൈൽഡ് പാർലമെന്റ് കുട്ടികളും വിവിധ സമിതികളും ചേർന്ന് നടത്തിയ കൾച്ചറൽ പ്രോഗ്രാം വാർഷിക സംഗമത്തിന് മിഴിവേകി. ഗുഡഗാവ് മലങ്കര കത്തോലിക്ക ഭദ്രാസന ജനറൽ കൺവെൻഷന് മുന്നോടിയായുള്ള ലോഗോ പ്രകാശനം ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ അന്തോണിയോസ് മെത്രാപ്പോലീത്ത നിർവഹിച്ചു. ഒക്ടോബർ 31, നവംബർ 1 തീയതികളിൽ ബുരാടി ജീവൻ ജ്യോതി ആശ്രമത്തിലാണ് കൺവെൻഷൻ നടത്തുക. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.